ത്തിലേക്ക് നമ്മുടെ ഭൂമിയെ ഒരിക്കൽ കൂടി നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കൾ എത്രമാത്രം മോശമായിട്ടാണ് ഈ ഭൂമിയോടും ഇവിടുത്തെ ജീവികളോടും പെരുമാറുന്നത് എന്നുള്ള ഉദാഹരണമാണ് ഈ യാതൊരു കഴമ്പുമില്ലാത്ത യുദ്ധം. ആണവായുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുക, നിരപരാധികളായ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുക. ഗാസയിൽ ഏതാണ്ട് 50,000-ത്തിലധികം ആളുകൾ, കുട്ടികൾ മരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയ ജയിൽ പുള്ളിയെപ്പോലും അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുക ഭക്ഷണത്തിന് ശേഷമാണ്. പക്ഷേ അവിടെ നമ്മൾ കാണുന്ന വാർത്തകളും കേൾക്കുന്ന വാർത്തകളും ഒക്കെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന നിരവധിയായ സ്ത്രീകളെയും കുട്ടികളെയുമാണ് കൊന്നൊടുക്കുന്നത്. വളരെ ബോധപൂർവം തന്നെ ഇസ്രയേലിൻ്റെ വംശനാശം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്രൂരമായ വിനോദം ഭരണകർത്താക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ എന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാകുകയാണ്. ഇപ്പോഴിതാ ഇറാൻ്റെ പേരിലും. പണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, ഇറാഖിൽ രാസായുധം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തെ തകർക്കുകയും ഭരണാധികാരിയെ കൊല്ലുകയും ചെയ്ത സംഭവം നമുക്കറിയാം, സദ്ദാം ഹുസൈൻ. പക്ഷെ ഒരു തരുമ്പ് പോലും, ഒരു പാക്കറ്റ് പോലും അവിടെ രാസായുധം കണ്ടെടുക്കാൻ ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെയാണ് ആണവായുധത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ പേരിൽ യുദ്ധം അടുപ്പിക്കുന്നത്. ഇത് വളരെ വളരെ ദയനീയവും പൈശാചികവുമാണ്. ഇതിൻ്റെ ദുരന്തങ്ങളേറെ ഏറ്റുവാങ്ങുന്നത് സാധാരണ മനുഷ്യരാണ്. എത്ര പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുക, എത്ര കുട്ടികളുടെയാണ് അച്ഛനും അമ്മയും നഷ്ടപ്പെടുക, എത്ര അമ്മമാർക്കാണ് തങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെടുക. ഈ യുദ്ധം ചെയ്യുന്ന സാമ്രാജ്യ നേതാക്കൾക്കൊന്നും ഇതൊന്നും ബാധകമല്ല. കാര്യം അവരൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ അവരുടെ കുടുംബത്തെ ഒളിപ്പിക്കും. പക്ഷേ സാധാരണക്കാരായ മക്കളാണ്, സ്ത്രീകളാണ്, അമ്മമാരാണ്, സഹോദരന്മാരാണ് പിടഞ്ഞു വീഴുന്നത്. ഈ ക്രൂരത അവസാനിപ്പിക്കേണ്ടത് അത് നമ്മുടെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ ഇനിയും തുടരെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ഏതാണ്ട് മരവിച്ച മട്ടാണ്. ആരും പ്രതികരിക്കില്ലാത്ത സാഹചര്യമുണ്ട്. ഇത് മറികടന്നുകൊണ്ട് തീർച്ചയായും പ്രതികരിച്ചേ പറ്റൂ. അതിനുള്ള എളിയ ശ്രമമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെയ്യുന്നത്. ഈ ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.